ഇടുക്കി തൊടുപുഴയിൽ വെച്ച് വെബ് പോർട്ടൽ ഉടമയും യൂട്യൂബറുമായ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായി. മർദ്ദനമേറ്റത് വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണെന്നും അപവാദ പ്രചരണം നടത്തിയതിനാണെന്നും രണ്ടു പക്ഷമുണ്ട്. എന്തിൻ്റെ പേരിലായാലും ഒരാളെ മർദ്ദിക്കുന്നത് തെറ്റ് തന്നെ എന്നതിൽ നമുക്കാർക്കും തർക്കമില്ലല്ലോ. മറ്റു മാധ്യമങ്ങളെല്ലാം നൽകിയ വാർത്ത മാത്രമാണ് തൻ്റെ പോർട്ടലും നൽകിയതെന്നും മറ്റെന്തൊക്കെയോ ആസൂത്രണം ആക്രമണത്തിന് പിന്നിലുണ്ടെന്നുമാണ് ഷാജൻ പറയുന്നത്. ഈ വിഷയം RDX പരിശോധിക്കുകയാണ്. ഓഗസ്റ്റ് 30 തൊടുപുഴയിൽ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് കണ്ടുവരാം. അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പയുടെ മാറണം. ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത് ഓഗസ്റ്റ് 30 തൊടുപുഴയ്ക്ക് സമീപം മങ്ങാട്ടുകവലയിലാണ്. മർദ്ദനക്കേസിൽ 4 പ്രതികളാണ്. 2 ദിവസത്തിന് ശേഷം ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായി. DYFI മുൻ ഭാരവാഹി മാത്യൂസ് കൊല്ലപ്പള്ളി, തൊടുപുഴ സ്വദേശികളായ ടോണി, ഷിയാസ്, അക്ബർ എന്നിവരാണ്. മർദ്ദിച്ചവർ CPMകാരാണെന്ന് ഷാജൻ സ്കറിയ ആരോപിക്കുന്നു. CPM പ്രവർത്തകർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്യു കൊല്ലപ്പള്ളിയുടെ ഭാര്യ അനുഷ 2022 ആത്മഹത്യ ചെയ്തിരുന്നു. ആത്മഹത്യാ വിഷയത്തിൽ മാത്യുവിനെതിരായി ഷാജൻ നിരവധി വീഡിയോകൾ ചെയ്തു. മരണകാരണം മാത്യൂസ് എന്ന വീഡിയോകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇതാണ് മർദ്ദനത്തിന് കാരണമായത് എന്ന നിഗമനത്തിലാണ് പോലീസും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മറുനാടൻ മലയാളി എന്ന ന്യൂസ് പോർട്ടൽ ഉടമയും അവതാരകനും മറുനാടൻ മലയാളി വെബ്സൈറ്റ് തുടങ്ങിയത് 2008 ഷാജൻ സ്കറിയ. 2015 യൂട്യൂബ് ചാനലും തുടങ്ങി. 29 ലക്ഷത്തോളം ഫോളോവർമാരുണ്ട്. വ്യക്തികളെ പരിധി വിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലി ഈ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിരുവിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നും വ്യാപകമായ പരാതിയുണ്ട്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഷാജൻ നടത്തുന്നത് കടുത്ത വിമർശനമാണ് എന്നതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി ആക്രമണം നടത്തുന്നു എന്നും വിമർശനമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമ പ്രചാരണങ്ങളും ഗോസിപ്പുകളും കേട്ടുകേൾവികളും ഏറ്റുപിടിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന രീതി. ലണ്ടൻ വിമാനത്താവളത്തിൽ വെച്ച് മുമ്പ് മർദ്ദനമേറ്റെന്ന് വാർത്തയുണ്ടായിരുന്നു. മാഹി സ്വദേശിനി നൽകിയ അപകീർത്തി കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അറസ്റ്റിലായി. 2025 മെയ് 6 രാത്രിയിലുണ്ടായ അറസ്റ്റ് വലിയ ചർച്ചകൾക്കും കാരണമായി. അപകീർത്തികരമായ വാർത്ത നൽകിയതിന് നിരവധി പേർ ഷാജനെതിരെ കേസ് കൊടുത്തിട്ടുമുണ്ട്. MA യൂസഫ് അലി അടക്കം പരാതിക്കാരാണ്. കേസായപ്പോൾ അദ്ദേഹത്തിനോട് മാപ്പ് പറയുകയായിരുന്നു ഷാജൻ ചെയ്തത്. PV അൻവർ വലിയ വിമർശകനായിരുന്നെങ്കിലും ഇപ്പോൾ സജീവ വിമർശനം ഇല്ല എന്നതുമാണ് യാഥാർത്ഥ്യം. സുനീഷ്, ഇതിപ്പോൾ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ മർദ്ദനം നടന്നതിന് ശേഷം ഷാജൻ സ്കറിയ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഞാൻ മറ്റു മാധ്യമങ്ങളെല്ലാം കൊടുത്ത വാർത്തയെ ഞാനും കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ നോക്കി. അപ്പോൾ മറ്റു മാധ്യമങ്ങളിലൊരു ചെറിയൊരു കോളം വാർത്തയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായി എന്നുള്ളത്. പക്ഷേ ഷാജൻ സ്വാഭാവികമായി ഏതാണ്ട് ഞാനൊരു വീഡിയോയാണ് ഞാൻ കണ്ടത്. 10 മിനിറ്റിനടുത്ത്, അതിന് 10 മിനിറ്റ് മുകളിലുണ്ട് ഒരു വീഡിയോയാണ് ഞാൻ കാണുന്നത്. ആ വീഡിയോയിൽ ആദ്യത്തെ ഈ മറ്റു മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത ആദ്യത്തെ 1 മിനിറ്റിൽ ഒതുങ്ങുന്നുണ്ട്. ബാക്കി മുഴുവൻ ഊഹാപോഹങ്ങളാണ്. പിന്നെ കുറേ സാരോപദേശങ്ങളുണ്ട്. സ്ത്രീകൾ എങ്ങനെയാണ് പ്രേമിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പ്രേമം മയക്കുമരുന്നിന് സമാനമാണ് എന്നുള്ള മറ്റുള്ള ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. എന്തായാലും ഈ മർദ്ദനം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരാളോട് ചെയ്യാൻ പാടില്ലാത്ത സംഗതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എൻ്റെ സംശയം, ഇപ്പോൾ ഈ ഒരു റൂൾ ഓഫ് ലോ ഇല്ല എന്നുള്ള തോന്നൽ, ഇത്തരം കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ ആളുകൾക്ക് തോന്നിത്തുടങ്ങും. അപ്പോൾ പലരും ഇരകളാകുന്ന ആളുകളിൽ ആർക്കെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഈ വാർത്തകളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യർക്ക് വൈകാരികമായി ചിലപ്പോൾ പ്രതികരിക്കാൻ തോന്നിപ്പോകും. ഇപ്പോൾ ഷാജൻ ചെയ്ത വാർത്തകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സനീഷിന് തോന്നിയിട്ടുണ്ടാവും മർദ്ദിക്കാൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യില്ല. കാരണം എന്താണ്? അതിൻ്റെ ശരിയായ രീതിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യില്ല. പക്ഷേ ചില ആളുകൾ അതിൻ്റെ പരിധി വിട്ട്, അങ്ങനെ എല്ലാവർക്കും ആത്മനിയന്ത്രണം ഉള്ളവരൊന്നും ആയിക്കണമെന്നൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയും കൂടി സംഭവിച്ചു പോകാം എന്ന് ഞാൻ വിലയിരുത്തിയാൽ അത് തെറ്റാകുമോ? അല്ല, അത് ആളെ തല്ലരുത്. അതിപ്പോൾ ഈ ഇദ്ദേഹം നാട്ടുകാർക്ക് അറിയാവുന്ന ഒരാളാണല്ലോ. നാട്ടുകാർക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് മാത്രമല്ല, മനുഷ്യരെ തല്ലരുത്, മർദ്ദിക്കാനോ മറ്റ് ഹിംസാകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ പോകരുത് എന്നത് ഇതിൻ്റെ ബേസാണ്. നമ്മൾ അതിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇതിനകത്ത് എന്താണ്, മാത്യു കൊല്ലപ്പള്ളി, അദ്ദേഹം തന്നെ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടു. ഇതിപ്പോൾ ആ വീഡിയോ കൊണ്ട് ഒരുപാട് വ്യൂസ് ഉണ്ട്. ആ വീഡിയോ കൊണ്ട് ഇപ്പോൾ ഈ കേസ് ഉണ്ടായതിനു ശേഷം അദ്ദേഹം വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ആ വീഡിയോകൾ കൊണ്ട് അദ്ദേഹത്തിനൊരു 1 ലക്ഷം രൂപക്കടുത്ത് വരുമാനം ഉണ്ടായിട്ടുണ്ടാവും. ഒരു 3-4 അടിയും കിട്ടി. അതാണ് ആ ഒരു വീഡിയോ കൊണ്ടുണ്ടായ കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ മാത്യു കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ +2 തൊട്ട്, ഈ പെൺകുട്ടികൾ +2 തൊട്ട് ഇവർ പ്രേമത്തിലാണ്. ആ പെൺകുട്ടി ഒരു ഡോക്ടറുടെ മകളാണ്, അച്ഛനില്ല, അമ്മയാണ്. അപ്പോൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവർ പ്രേമിക്കുമ്പോൾ തന്നെ അതായത് ഡിപ്രഷൻ അവർക്കുണ്ട് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ട് 2ാമത്തെ മാസം ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ദീർഘകാലം പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 തരത്തിലുള്ള വർത്തമാനം ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഈ വാർത്ത ഈ ഓൺലൈൻ പോർട്ടൽ
ഭയങ്കരമായിട്ട് ഇയാളെ ഹിംസിച്ചു. നമ്മളിപ്പോൾ കാണുമ്പോൾ പോലും നമുക്ക് വിഷമം തോന്നും. കാരണം +2 കാലം തൊട്ട് പ്രേമിച്ച ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് മരിക്കുകയാണ്. 2ാമത്തെ മാസം കല്യാണം കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ഡിപ്രഷനുണ്ട്, പല കാര്യങ്ങളായിട്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ആരോപണം ഉണ്ടെന്ന് തന്നെ വെക്കുക, പക്ഷേ അത് പോലീസ് പരാതിയായിട്ടോ മറ്റോ വന്നതായിട്ടേ കാണുന്നില്ല. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നിറയേണ്ട, ആ ബന്ധുക്കളും ആ പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാരാണ്. അവരാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു 2ാം മാസം വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു നവവധു. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, ഒരു വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള ഫോട്ടോ ആണ്, രണ്ടുപേരുടെയും നന്നായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം തോന്നും. നന്നായിട്ട് നല്ല സന്തോഷവതികളായുള്ള സന്തോഷവാന്മാരും സന്തോഷവതിയായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവാണല്ലോ, ചെറുപ്പക്കാരാണല്ലോ, സന്തോഷം തോന്നും. പക്ഷേ അതേ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തെളിവില്ലാതെ, പോലീസിൽ ഒരു പരാതിയില്ലാതെയാണ് ഈ വീഡിയോ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന രോഷം ഒരുപക്ഷെ നാട്ടുകാർക്കെല്ലാം മനസ്സിലാകുമായിരിക്കും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ CPM-നെതിരെ പറഞ്ഞപ്പോൾ പോലും CPM-ൻ്റെ ഒരു പ്രാദേശിക നേതാവ് ശരത്ത് എന്ന മറ്റോ പേരിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന് പറഞ്ഞു, അതായത് ഇത് അയാൾക്ക് അനുകൂലമായിട്ടാണ് നാട്ടുകാർ പറയുന്നത് എന്നാണ് പറയുന്നത്. ഈ തല്ലിയത് നന്നായി എന്നാണ്. കാരണം അത്രമാത്രം ഒരാൾ ഇത്രയും കാലം കാത്തു നിന്നിട്ട് ഒരു കല്യാണത്തിൽ വരുന്നതെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒരു വണ്ടി പിടിച്ച് പോയിട്ട് പോലീസും കേസും കൂട്ടവും ആകും, ക്യാമറയിൽ പതിയും എന്നൊക്കെ അറിഞ്ഞിട്ട് ഇയാളെ തല്ലണമെങ്കിൽ എത്രമാത്രം രോഷം അയാൾക്ക് ഉള്ളിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടത്. നമ്മളവിടുത്തെ റിപ്പോർട്ടർമാരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോഴൊക്കെ അവർ തരുന്ന ഒരു സൂചന ഇതാണ്. അതായത് ഇയാൾ തല്ലിയ കാര്യം ഇയാൾ സ്വയം ഏറ്റെടുക്കുകയാണ്, പോലീസിലേക്ക് പോവുകയാണ്, പോലീസിന് നിയമ നടപടികൾക്ക് വഴങ്ങുകയാണ്. ഇന്നിപ്പോൾ ജാമ്യം കിട്ടുമെന്തോ ചെയ്തിട്ടുണ്ട്. തല്ലാൻ പാടില്ല, നിശ്ചയമായിട്ടും തല്ലാൻ പാടില്ല, ഒരാളെ തല്ലാൻ പാടില്ല. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ പണം മാത്രമല്ല, ഇതിൻ്റെ കൂടെ മർദ്ദനവും വരും എന്ന കാര്യം ആലോചിക്കണം. അതിനകത്ത് ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഹർഷൻ ഒരു BJP പ്രവർത്തകനാണ്, അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രാദേശിക ഭാരവാഹിയാണെന്ന് വിചാരിക്കുക. പക്ഷേ എന്നെ ഹർഷൻ ഭയങ്കര മോശമായിട്ട്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിധത്തിൽ പറഞ്ഞു. ഞാനൊരു ചൂടനായതുകൊണ്ടും എനിക്ക് അത്ര സംയമനം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഹർഷനെ തല്ലി. അപ്പോൾ അത് പിന്നെ BJPക്കാർ ചെയ്യിച്ചാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. BJP രാഷ്ട്രീയ പാർട്ടിയും രാജീവ് ചന്ദ്രശേഖരനും K സുരേന്ദ്രനും നരേന്ദ്രമോദിയും അമിത്ഷായാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയരുതല്ലോ. അല്ലെങ്കിൽ തല്ലിയ ആൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസിയാണ്, അയാൾ വ്യക്തിപരമായ ഒരു കാര്യത്തിലാണ് ആളെ തല്ലിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയാണ്, പ്രധാനമന്ത്രി അമിത്ഷാ, നരേന്ദ്രമോദി ഇതിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഇതവിടുത്തെ നാട്ടിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മളൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് നമ്മൾ പറയുകയാണ്, ഈ പറയുന്ന തരത്തിലുള്ള ഹിംസ ഉണ്ടാകരുത് എന്ന നിലപാട് സ്വീകരിക്കുക എന്നല്ലാതെ പാർട്ടിയൊക്കെ കുറ്റപ്പെടുത്തുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഹർഷൻ പറഞ്ഞതുപോലെ ഇയാളുടെ കാര്യത്തിലൊക്കെ പറയാനുണ്ട്, ഈ ഷായൻസ്കറിയുടെ കാര്യത്തിൽ. പക്ഷേ അത് അയാൾ പറയുന്നത് പോലെ പറഞ്ഞാൽ പിന്നെ അയാളുടെ ലെവലിലേക്ക് നമ്മളായി പോകും. നമ്മൾ അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത്, അങ്ങനെയല്ല കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടത് എന്ന തെളിവ് പറയേണ്ടുന്ന ആളുകൾ നമ്മൾ അതേ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിന് സമാനമായ സംഭവമാണ് ഭാഗ്യലക്ഷ്മി മുമ്പ് വിജയ് P. നായർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബർ ഇതുപോലെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തുടർച്ചയായ അനാവശ്യം പറഞ്ഞ സാഹചര്യത്തിലാണ് അവർ മർദ്ദിക്കുന്ന സംഗതി ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ഈ ഓൺലൈൻ പോർട്ടലുകളിൽ പലതിലും, എല്ലാമല്ല, ഇത്തരം ചില പോർട്ടലുകൾ ഇത്തരം പരിധി വിട്ട പരിപാടികൾ ചെയ്തു തുടങ്ങുകയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ, മതവിദ്വേഷം തന്നെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി കൊടുത്തു തുടങ്ങിയ ഘട്ടത്തിലാണ് ഈ കേരള പോലീസ് ആക്ട് 118A കൊണ്ടുവരാനായിട്ട് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ അത് അവതരിപ്പിക്കപ്പെടുകയും പക്ഷേ നമ്മളടക്കം ശക്തമായി അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. കാരണം അത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പോലീസുകാർക്ക് വിട്ടുകൊടുത്തു കൂടാൻ. അങ്ങനെ നമ്മളെല്ലാം കൂടെ കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന ഷാജൻസ്കറിയയ്ക്ക് ഇതിനൊക്കെയുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത്. ഇതുപോലെ തോന്നിയാസം പറയാനും അതല്ലെങ്കിൽ പോലീസ് പിടിച്ച് അകത്തിടാതെ ഇങ്ങനെ ഇതുപോലെ തോന്നിയാസം പറയാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് ഒരവസ്ഥ. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം തനീഷ, ചിലത് നമുക്ക് പറയാതെ പോകാനും പറ്റില്ല. അതായത് ഞാൻ ആ പോർട്ടലിൽ വരുന്ന തലക്കെട്ടുകളിൽ ചിലത് വായിക്കാം. എനിക്ക് സംബന്ധിച്ച് ഈ തനീഷ് ഈ വിഷയത്തിൽ നിന്നു, പക്ഷേ ആ വിഷയത്തിന് അപ്പുറത്താണ് ഇതിൻ്റെ ഒരു തലം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നം, വ്യക്തികളുടെ പ്രശ്നം എന്നുള്ളതിനപ്പുറത്ത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് കുറേ കൂടി ഗുരുതരമാണ് അതിൻ്റെ സാഹചര്യം. ഞാൻ ഒരൊറ്റ വിഷയത്തിൽ വന്ന തലക്കെട്ടുകൾ, ഒരൊറ്റ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തു വന്ന ചില തലക്കെട്ടുകൾ വായിക്കാം. അന്ന് ഹിന്ദു പെൺകുട്ടികൾ, ഇന്ന് ക്രിസ്ത്യൻ വിദ്യാർത്ഥികളും, രണ്ടും ലവ് ജിഹാദോ. 2, എന്താണ് മിഷൻ 2047, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ഉണ്ടാകുമോ? 3, ലവ് ജിഹാദിന് പെൺകുട്ടികളെ വീഴ്ത്തുന്നത് എങ്ങനെ, 10 കാര്യങ്ങൾ. 4, ഭീകരരാകാതിരിക്കാൻ മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചിയും മദ്യവും, ഇസ്ലാമിനെ ചൈന ഭയക്കുന്നത് ഇങ്ങനെ. 5, ഇസ്ലാമിനെ സ്നേഹിച്ചു ജർമ്മനിക്ക് മുട്ടൻ പണി. തട്ടമിട്ട സുന്ദരികൾ, ഒരാൾ ജിഹാദി മറ്റേയാൾ രാജ്യദ്രോഹി. കേരള സ്റ്റോറിയെ വെട്ടാൻ കക്കുകളി എടുത്തിട്ട് സഭ കെണി കണ്ട് വട്ടം ചാടി സുധാകരൻ. കേരള സ്റ്റോറി, പിണറായിയും സതീശനും ഒരുപോലെ പേടിക്കുന്നത് എന്തിന്? മുസ്ലിം ആയതുകൊണ്ട് വീടിലെത്ര, എന്തിനാണ് ഈ അളിഞ്ഞ ഇരവാദം? ആർക്കാ? PV ഷാജികുമാറിനെതിരെയാണ് കേട്ടോ. വാങ്കുവിളി എന്നോർത്ത് പിണറായി അശ്ലീല വാക്കാണ്, അസഭ്യം, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ വയ്യാത്ത വാക്കാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഗുരുസ്തുതി എന്നറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് 3 കിട്ടിട്ട് അങ്ങനെ ഒരു വാർത്ത. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ വെറുക്കുന്നത് എന്തുകൊണ്ട്?
കൈവെട്ടി മാറ്റപ്പെട്ട ജോസഫിന്റെ തലവെട്ടാൻ ആളെത്തി സഫാരി ചാനൽ അക്ഷരം വായിക്കണ്ട, എല്ലാവർക്കും അല്ല, ഞാൻ ചെറുത് വായിക്കാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതെ, ഇതുകൊണ്ടാണ് മുസ്ലിം വിരുന്നുകളിലെ ഭക്ഷണത്തിലെല്ലാം ഉസ്താദുമാർ തുപ്പുമോ? ഇയാള് ഈ സമൂഹത്തിൽ ചെയ്യുന്ന പണിയാണ്. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് ചെന്ന് സാധനം വാങ്ങി പിന്നെ ഹോട്ടൽ ഉടമയ്ക്ക് സംഭവിച്ചത്. അരുവിത്തറയും ഈരാറ്റുപേട്ടയും ഇസ്ലാമിസ്റ്റുകൾ രാജ്യം സ്ഥാപിക്കുമ്പോൾ മുസ്ലിം ജനസംഖ്യാ വർധനയും ചർച്ച വേണ്ടേ? ബ്രിട്ടനിൽ ഇസ്ലാമിക് രാഷ്ട്രം പിറക്കുന്നു, ഇന്ത്യ ജാഗ്രത പരിഹസിച്ച് സൂപ്പർ സ്റ്റാർ വായിച്ച അവസാനം. അതാണ് ഞാൻ പറഞ്ഞത്, ജൂതർ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ബുദ്ധർ എന്തേ എല്ലാവരും ഇസ്ലാമിന്റെ ശത്രുക്കളായത്. ഇങ്ങനെ ഇത് കണ്ടോ, അത് തീരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം. ഇപ്പം ഞാനൊരു കാര്യം പറയാം, അതായത് ഇപ്പം അതിഭയങ്കരമായ തല്ലാണല്ലോ ഇയാൾക്ക് കിട്ടിയത്. നമുക്ക് തന്നെ കണ്ടാൽ അയ്യോ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്ന് തോന്നുന്നത്, ഇത് തല്ലി. അദ്ദേഹം തന്നെ പറയുന്നത് വെച്ചാൽ നെഞ്ചത്തിടിച്ചു എന്നൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഇത്ര വലിയ തല്ല് കിട്ടിയിട്ടും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധികയും മറ്റും സപ്പോർട്ടറും ആയിരുന്നു രമ്യ ഹരിദാസ്. ഫോണെടുത്ത് നോക്കിയേ, ഇത്രയും വലിയ തല്ല് കിട്ടിയിട്ട് രമ്യ ഹരിദാസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധികയാണ് രമ്യ ഹരിദാസ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ പോലെയാണ് ഷായൻ ചേട്ടൻ എന്ന് പറഞ്ഞ രമ്യ ഹരിദാസ് ഒരു പോസ്റ്റ് ഇട്ടോ. എന്തുകൊണ്ടാ? ഹർഷണി വായിച്ച തലക്കെട്ടെല്ലാം അവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ്. അതായത് ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന്. അവർക്ക് അത്രമേൽ ആരാധനയുള്ളൊരു മനുഷ്യനെ നിലത്ത് നടു റോഡിൽ പച്ചക്ക് പട്ടാപ്പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ നെഞ്ചത്തിടിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതാവിന് ഷാജൻ ചേട്ടന് പിന്തുണ ഇങ്ങനെ തല്ലാൻ പാടില്ലല്ലോ എന്ന് നമ്മൾ പറയുന്ന വാക്കുപോലും പറയാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ ഇത് ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു നിയമം ഇതിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ്. കാരണം ഇത്തരം തോന്നിയാസമൊക്കെ കാണിക്കുമ്പോൾ അതിനെ ആ സമയത്ത്, അതായത് ഇത് ഇങ്ങനെ സ്വതന്ത്രമായി എന്ത് തോന്നിയാസവും പറഞ്ഞു പോകാമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അക്രമത്തിലേക്ക് ആളുകൾ പോകുന്നത്. നിയമം മറ്റൊരു തരത്തിൽ ഇപ്പോൾ 111 നടപ്പാക്കണമെന്നല്ല, പക്ഷേ മനുഷ്യന്റെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുന്ന തരത്തിൽ, ഇപ്പോൾ ഡിഫേമേഷൻ കേസ് വരുമ്പോൾ പ്രശ്നം അത് വ്യക്തികളുടെ പ്രശ്നമായിട്ടാണ് നിയമത്തിൽ പരിഗണിക്കുക, അതിൽ സ്റ്റേറ്റ് ഇടപെടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് സ്റ്റേറ്റിൽ ഇടപെടാവുന്ന മറ്റെന്തെങ്കിലും ഒരു സാധ്യത എല്ലാം പാടില്ല, നിയമപരമായിട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഷാജൻ സ്കറി നടത്തുന്നത് നല്ല ജേർണലിസമാണോ മോശം ജേർണലിസമാണോ എന്ന തർക്കം ഒരു വശത്ത് നടക്കുന്നു. അത് ജേർണലിസം തന്നെയാണോ അതോ ഗോസിപ്പ് പ്രവർത്തനമാണോ എന്നും ചോദിക്കുന്നവരുണ്ട്. അതെന്തായാലും അദ്ദേഹത്തിന് മേലെ കൈവച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം തന്നെയാണ് RDXന്. മോശമായ ഭാഷയിലും സമീപനത്തിലും ഷാജൻ പിറകെ നടന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പല കാലങ്ങളിലായി പരാതി പറഞ്ഞിട്ടുള്ളവരിൽ രാഷ്ട്രീയക്കാരും എഴുത്തുകാരും ബിസിനസ്സുകാരും പൊതുപ്രവർത്തകരും ഒക്കെയുണ്ട്. ഈ പണിക്കെതിരെ അവരൊക്കെ കയ്യൂക്ക് കാണിച്ചിറങ്ങിയാൽ എന്താകും അവസ്ഥ? അനീതി നേരിട്ടെന്ന് പരാതിയുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ നീതിപാലക വ്യവസ്ഥയിലും നീതിന്യായ സംവിധാനത്തിലും വിശ്വസിച്ച് അതിൻ്റെ വഴി സ്വീകരിക്കുക എന്നത് മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. അതേ RDXന് പറയാനുമുള്ളൂ.